ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ PSC വേൾഡ്. അപ്പോൾ 10th പ്രിലിംസിന് വേണ്ടിയിട്ട് എസ്പെഷ്യലി സെക്രട്ടേറിയറ്റ് ഒയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും നല്ലവണ്ണം പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നമുക്ക് അറിയാം സിലബസിൽ പറഞ്ഞിട്ടുള്ള ഒട്ടുമിക്ക പോർഷൻസ് നമുക്ക് SCERT ടെക്സ്റ്റുകൾ അല്ലെങ്കിൽ ഒരു റാങ്ക് ഫയലൊക്കെ ബേസ് ചെയ്ത് നമുക്ക് പഠിച്ചു തീർക്കാൻ പറ്റും. എന്നിരുന്നാലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് കറണ്ട് അഫയേഴ്സ് എന്നുള്ളത്. എല്ലാവർക്കും അറിയാലോ, പ്രിലിംസിനും മെയിൻസിനും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണത് അല്ലേ. അപ്പോൾ ഈ പറയുന്ന കറണ്ട് അഫയേഴ്സിന് നിങ്ങൾ അറിഞ്ഞതും അറിയാത്തതുമായിട്ടുള്ള കുറേയധികം ചോദ്യങ്ങൾ ഉണ്ടാവും. നമുക്ക് എല്ലാം കൂടി വാരി വലിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ഏരിയാസ് കൂടുതൽ ഫോക്കസ് ചെയ്യുക. കുറച്ച് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അത് ഹെൽപ്ഫുൾ ആകും. ആൻസേഴ്സ് മാത്രമല്ല റിലേറ്റഡ് ഫാക്ട്സും പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഏരിയയിൽ നിന്ന് ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. ഓൾട്ടർനേറ്റ് ഡേയ്സിൽ മാക്സിമം ഇടാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഉപകാരപ്പെടുന്നുണ്ടോ എന്നൊക്കെ കമന്റ് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കണ്ടു നിങ്ങളുടെ കമന്റ്സ് ഒക്കെ വളരെയധികം സന്തോഷം. നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട്, ഹെൽപ്ഫുൾ ആകുന്നുണ്ട് എന്ന് കേട്ടതിൽ. ഓക്കെ, ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ലേറ്റസ്റ്റും ഒക്കെ വെച്ചിട്ടാണ് ഞാൻ ജസ്റ്റ് പറയുന്നത്. നിങ്ങൾക്ക് സ്പീഡ് കൂട്ടിയോ കുറച്ചോ കാണാൻ സാധിക്കും കേട്ടോ. യൂട്യൂബിന്റെ സൈറ്റ് സെറ്റിംഗ്സിൽ പ്ലേ ബാക്ക് സ്പീഡ് ഉണ്ട്. ഞാനിത് വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിൽ ഇത് അറിയാത്തതായിട്ട് കുറച്ച് പേരെങ്കിലും ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ തന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യത്തിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. 2023 കേരളത്തിലെ മികച്ച ശിശു സൗഹൃദ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. പുന്നയൂർകുളം, പുൽപ്പറ്റ, വിയ്യപുരം, ചെറുതന. അപ്പോൾ നമ്മളുടെ ആൻസർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതനയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 2023 കേരളത്തിൽ നിന്നും പുരസ്കാരം നേടിയ കുറച്ച് പഞ്ചായത്തുകളുണ്ട്. അതിൽ മികച്ച ശിശു സൗഹൃദ ഗ്രാമപഞ്ചായത്താണ് ആലപ്പുഴ ജില്ലയിലെ ചെറുതന എന്ന് പറയുന്നത്. നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസും കൂടി ഒന്ന് നോക്കിയാലോ. ഇതിൽ പറഞ്ഞിട്ടുള്ള വിയ്യപുരം എന്ന് പറയുന്ന പഞ്ചായത്ത് ആലപ്പുഴയിലുള്ളതാണ്. സ്വയം പര്യാപ്തമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ മികവിൽ 1ാം സ്ഥാനം നേടിയ പഞ്ചായത്താണ് വിയ്യപുരം. ഓക്കെ, സ്വയം പര്യാപ്തമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ മികവിൽ 1ാം സ്ഥാനം നേടിയ, അതും 2023 1ാം സ്ഥാനം നേടിയ പഞ്ചായത്താണ് ആലപ്പുഴ ജില്ലയിലെ വിയ്യപുരം എന്ന് പറയുന്നത്. ഇനി ബാക്കി 2 ഓപ്ഷൻസിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2023 തന്നെ സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരങ്ങളിൽ മികച്ച ഗ്രാമപഞ്ചായത്ത്, ഓക്കെ, സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരത്തിന് മികച്ച ഗ്രാമപഞ്ചായത്തിന് ഉള്ള ആ ഒരു ഇത് ലഭിച്ചത് ഈ പറയുന്ന 2 പഞ്ചായത്തുകൾക്കാണ്. തൃശ്ശൂരിലെ പുന്നയൂർകുളം പഞ്ചായത്തിനും മലപ്പുറം ജില്ലയിലെ പുൽപ്പറ്റ എന്ന് പറയുന്ന പഞ്ചായത്തിനും. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കുക കേട്ടോ. അടുത്ത ചോദ്യം. 2024 ജൂണിൽ നിയമസഭയിലെ ചട്ടങ്ങളിൽ നടപടികൾ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപം എന്ന പ്രയോഗം എന്തിനു പകരം വന്നതാണ്? ചോദ്യം എന്താണ്? 2024 ജൂണിൽ നിയമസഭയിലെ ചട്ടങ്ങളിൽ നടപടികൾ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപം എന്ന പ്രയോഗം എന്തിനു പകരം വന്നതാണ്? അപ്പോൾ താഴെ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏതോ ഒരു പ്രയോഗത്തിന് പകരം വന്നതാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, അതിൽ ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ ഡയറക്റ്റ് ആൻസർ പറയാം. അടിയന്തര പ്രമേയം എന്നുള്ളതാണ്. ഓക്കെ, അടിയന്തര പ്രമേയം എന്ന പ്രയോഗത്തിന് പകരം വന്നതാണ് നടപടികൾ നിർത്തിവെക്കാൻ ഉപക്ഷേപം എന്നുള്ളത്. ഇനി ഇതിൽ പറഞ്ഞിട്ടുള്ള അവിശ്വാസ പ്രമേയം എന്ന് പറയുന്നതുണ്ടല്ലോ, അവിശ്വാസ പ്രമേയം എന്നതിന് പകരം ഇനി അവിശ്വാസം രേഖപ്പെടുത്താനുള്ള ഉപക്ഷേപം എന്നാണ് ഉപയോഗിക്കപ്പെടുക. ഓക്കെ, അതും കൂടി ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. അതുപോലെ തന്നെ വേറെയും ഉണ്ട്. സത്യപ്രതിജ്ഞ എന്നതിന് പകരം ഇനി ശപഥം എന്നായിരിക്കും പറയുക. അതുപോലെ തന്നെ MLA മാർ ഒപ്പിടുന്ന ഹാജർ പട്ടിക ഇനി അംഗത്വ രജിസ്റ്റർ എന്നാണ് അറിയപ്പെടുക. അപ്പോൾ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫയർ ഫാക്ട് ആണ് കേട്ടോ. അടുത്ത ചോദ്യം. കേരളത്തിലെ ആദ്യ ഹെൽത്ത് ATM സ്ഥാപിതമായത് എവിടെയാണ്? ഓപ്ഷൻസ് തൃശൂർ, തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം. ആൻസർ എറണാകുളമാണ് കേട്ടോ. അടുത്ത ചോദ്യം. താഴെ പറയുന്നവരിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനത്തിനും അതിർത്തി പുനർനിർണയിക്കാനുമായി രൂപീകരിച്ച 5-അംഗ ഡീലിമിറ്റേഷൻ കമ്മീഷനിലെ അംഗങ്ങൾ ആരെല്ലാം? ഓപ്ഷൻസ് നോക്കി. കെ വാസുകി, കെ ബിജു, S ഹരികിഷോർ. ഇവരെല്ലാം ലേറ്റസ്റ്റ് ആയിട്ട് ന്യൂസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ. ഡീലിമിറ്റേഷൻ കമ്മീഷൻ, തദ്ദേശ വാർഡ് വിഭജനത്തിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇവരെല്ലാവരും തന്നെ ഡീലിമിറ്റേഷൻ കമ്മീഷനിലെ അംഗങ്ങൾ തന്നെയാണ്. ഒപ്പം രത്തൻ യു ഖേൽക്കറും കൂടിയുണ്ട് കേട്ടോ. മാത്രമല്ല ഈ ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ അധ്യക്ഷൻ A ഷാജഹാനാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് അദ്ദേഹം എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 2024 വേൾഡ് റെക്കോർഡ്സ് യൂണിയന്റെ അംഗീകാരം ലഭിച്ച പദ്ധതി ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് സ്നേഹാരാമം, മധുരവനം, നേർവഴി. ഇവയൊന്നും അല്ല എന്നുള്ളതാണ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സ്നേഹാരാമം എന്നുള്ളതാണ്. ഈ പറയുന്ന പദ്ധതി ഉണ്ടല്ലോ കേട്ടോ, മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായിട്ട് NSS യൂണിറ്റുകളും അതുപോലെ തന്നെ ശുചിത്വ മിഷനും കമ്പൈൻഡ് ആയിട്ട് നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണിത്. വൃത്തിഹീനമായ ഒരു പൊതുസ്ഥലം ഏറ്റെടുത്ത് അത് ശുചീകരിച്ച് അവിടെ പൂന്തോട്ടം നിർമ്മിക്കുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. ഏത് പദ്ധതിയുടെ? സ്നേഹാരാമം എന്ന് പറയുന്ന പദ്ധതിയുടെ ലക്ഷ്യം. ഓക്കെ, ഇനി ബാക്കിയുള്ള ഓപ്ഷൻസിലെ ഇതും കൂടെ പദ്ധതികളും കൂടി നമുക്കൊന്ന് ജസ്റ്റ് വേഗം നോക്കാം. അതിൽ പറഞ്ഞിട്ടുള്ള മധുരവനം എന്ന് പറയുന്ന പദ്ധതി ഉണ്ടല്ലോ, സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് ഉണ്ടല്ലോ, അതായത് SPC സ്കൂളുകളിൽ ഉള്ളത്. ആ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റുള്ള സ്കൂളുകളിൽ സാമൂഹ്യ വനവൽക്കരണ വിഭാഗം, അതുപോലെ തന്നെ കൃഷി വകുപ്പ്, ജില്ലാ പോലീസ് സഹകരണ സംഘം എന്നിവരുടെ സഹായത്തോടെ ഫലവൃക്ഷത്തോട്ടങ്ങൾ നിർമ്മിക്കുന്ന പദ്ധതിയാണ് മധുര വനം എന്ന് പറയുന്ന പദ്ധതി. ഓക്കെ, അതുപോലെ തന്നെ നേർവഴി എന്നുള്ളത്
ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അധ്യാപകരുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ ലഹരിയിൽ നിന്ന് അകറ്റാനും ലക്ഷ്യമിട്ട് കേരള എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നേർവഴി എന്നുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ രണ്ടാമത്തെ കളക്ടറേറ്റ് ഏതാണ്? ഞാൻ കറക്റ്റ് ആൻസർ ആദ്യം പറയാം. തിരുവനന്തപുരമാണ് കേട്ടോ. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് രണ്ടാമത്തെ കളക്ടറേറ്റ് ആണ്. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച കേരളത്തിലെ രണ്ടാമത്തെ കളക്ടറേറ്റ് ആണ് തിരുവനന്തപുരം കളക്ടറേറ്റ്. ആദ്യമായിട്ട് ഈ നേട്ടം സ്വന്തമാക്കിയ കേരളത്തിലെ കളക്ടറേറ്റ് കോട്ടയമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതും കൂടി മനസ്സിലാക്കുക. എന്താണ് ISO സർട്ടിഫിക്കേഷൻ എന്നൊക്കെ എല്ലാവർക്കും അറിയാലോ. ISO എന്നൊക്കെ പറയുന്നത് എന്താണ്? ഓക്കെ, അടുത്ത ചോദ്യം. 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആരാണ്? പ്രധാനപ്പെട്ട സാഹിത്യ പുരസ്കാരങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഓപ്ഷൻസ് സേതു, ഡോക്ടർ SK വസന്തൻ, NS മാധവൻ, ഇവരൊന്നുമല്ല എന്നുള്ളതാണ്. ആൻസർ NS മാധവനാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കുറച്ച് ഷോർട്ട് സ്റ്റോറീസ് ഹിഗ്വിറ്റ, തിരുത്ത്, ഭീമച്ചൻ എന്നുള്ളതൊക്കെയാണ് കേട്ടോ. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്കൊന്ന് നോക്കാം. ഓപ്ഷൻസ് തന്നിട്ടുള്ളത് ഡോക്ടർ SK വസന്തൻ, അദ്ദേഹത്തിനാണ് 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, അദ്ദേഹത്തിന്റെ കുറച്ച് രചനകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കാലം സാക്ഷി, നമ്മൾ നടന്ന വഴികൾ എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചില രചനകളാണ്. അതുപോലെ തന്നെ 2022 സേതുവിന് ലഭിച്ചത്. ഓക്കെ, സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് കേരള സർക്കാർ നൽകുന്ന പരമോന്നതമായ പുരസ്കാരമാണ് ഈ പറയുന്ന എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് എല്ലാവർക്കും അറിയാലോ. അതിന്റെ സമ്മാന തുക എത്രയാണ്? 5 ലക്ഷമാണ്. അടുത്ത ചോദ്യം. കേരളത്തിലെ ആദ്യ പന്നൽ ഉദ്യാനം ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ഇരവികുളം, സൈലന്റ് വാലി, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല. ആൻസർ ഇരവികുളമാണ് കേട്ടോ. പന്നൽ എന്ന് പറയുന്നത് പൂക്കളില്ലാത്ത ഒരുതരം സസ്യങ്ങളുടെ ഹയർ ലെവലിലുള്ള ഒരു സസ്യമാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞ ഫേൺ എന്ന് പറയൂ കേട്ടോ. കേരളത്തിലെ ആദ്യ പന്നൽ ഉദ്യാനം ഏതാണ്? ഇരവികുളം. അടുത്ത ചോദ്യം. 2023 ജൂലൈയിൽ ODF+ പദവി ലഭിച്ച സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യമേ തന്നെ ഞാൻ എന്താണ് ODF+ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. ODF എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ പറയുന്ന സമ്പൂർണ്ണ വെളിയുടെ വിസർജന വിമുക്ത പദവി എന്നുള്ളതാണ് ODFന്റെ ആ ഒരു മലയാളത്തിലുള്ള ഡെഫിനിഷൻ നമ്മൾ പറയുകയാണെങ്കിൽ. ഓക്കെ, ഇംഗ്ലീഷിൽ ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ, ODF, ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ എന്നുള്ളതാണ് അതിന്റെ ഫുൾ ഫോം. ഓക്കെ, അപ്പൊ ഈ പറയുന്ന പോലെ സമ്പൂർണ്ണ വെളിയുടെ വിസർജന വിമുക്ത പദവിയാണത്. ഓക്കെ, ആ ഒരു പദവി ODF+ പദവി ലഭിച്ച സംസ്ഥാനമാണ്. അതും 2023 ജൂലൈയിലെ കാര്യമാണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. ആൻസർ കേരളമാണ് കേട്ടോ. ഓക്കെ, 2016 ഇതേ പദവി കേരളത്തിന്, അതായത് ODF പദവി കേരളത്തിന് ലഭിച്ചിരുന്നു. ഗ്രാമങ്ങളിലെ മാലിന്യ സംസ്കരണത്തിനുള്ള സൗകര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ടാണ് ഈ പറയുന്നൊരു അംഗീകാരം കേരളത്തിന് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ പാഠ്യപദ്ധതി ചട്ടക്കൂട് രൂപകൽപ്പന ചെയ്യാൻ സർക്കാർ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസിൽ തന്നിട്ടുള്ളത് KV മനോജ് കുമാർ, സുരേഷ് ദാസ്, AE റഷീദ്, ബിജു പ്രഭാകർ. ആൻസർ സുരേഷ് ദാസ് ആണ്. അപ്പോൾ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ പാഠ്യപദ്ധതി ചട്ടക്കൂട് രൂപകൽപ്പന ചെയ്യുവാൻ സർക്കാർ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ സുരേഷ് ദാസ് ആണ്. ബാക്കിയുള്ള ഓപ്ഷൻസും കൂടി നമുക്കൊന്ന് നോക്കാം. KV മനോജ് കുമാർ, അദ്ദേഹമാണ് നമ്മുടെ സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ ആണ് KV മനോജ് കുമാർ. അതുപോലെ തന്നെ AE റഷീദ്, അദ്ദേഹമാണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ. ഓക്കെ, ഇനി ബിജു പ്രഭാകർ, അദ്ദേഹമാണ് 2024 KCBയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ആയിട്ട് നിയമിതനായത്. ഓക്കെ, ഗതാഗത സെക്രട്ടറിയുടെ അധിക ചുമതല കൂടി ഇദ്ദേഹത്തിനുണ്ട് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. ഓക്കെ, ഇതിൽ പറഞ്ഞിട്ടുള്ള ഇപ്പൊ ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുള്ള ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആണെങ്കിലും ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർപേഴ്സൺ ഒക്കെ ആണെങ്കിലും ശ്രദ്ധിക്കുക, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. അടുത്ത ചോദ്യം. 2022-23 സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും കൂടുതൽ GI ടാഗ് ലഭിച്ച ഉൽപ്പന്നങ്ങൾ ഉള്ള സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് കർണാടക, തമിഴ്നാട്, കേരളം, ഹരിയാന. ആൻസർ കേരളമാണ്. അപ്പോൾ 2022-23 സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും കൂടുതൽ GI ടാഗ്, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ച ഉൽപ്പന്നങ്ങളുള്ള സംസ്ഥാനം കേരളമാണ്. 5 ഉൽപ്പന്നങ്ങൾക്കാണ് ഈ പറയുന്ന GI ടാഗ് ലഭിച്ചത്. കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരി, അതുപോലെ കാന്തല്ലൂർ വട്ടവട വെളുത്തുള്ളി, ഓണാട്ടുകര എള്ള്, അട്ടപ്പാടി തുവര, അതുപോലെ അട്ടപ്പാടി ആട്ടുകൊമ്പ് അവര, ഈ പറയുന്നവയ്ക്കൊക്കെയാണ് കേരളത്തിൽ നിന്നും GI ടാഗ് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതൊന്നും മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രഥമ വാട്ടർ ബോഡി സെൻസസ് എന്നാണ് കേട്ടോ. സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ കുളങ്ങളും ജലസംഭരണികളുമുള്ള സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് കേരളം, പശ്ചിമ ബംഗാൾ, മഹാരാഷ്ട്ര, തമിഴ്നാട്. ആൻസർ വെസ്റ്റ് ബംഗാൾ അഥവാ പശ്ചിമ ബംഗാളാണ്. രണ്ടാം സ്ഥാനം, സെക്കൻഡ് പൊസിഷൻ എന്ന് പറയുന്നത് UP, ഉത്തർപ്രദേശിനാണ് കേട്ടോ. ഓക്കെ, ഇനി ഓപ്ഷൻസിൽ തന്നിട്ടുള്ള കേരളത്തിന്റെ പൊസിഷനും കൂടി നമ്മൾ അറിയണ്ടേ. കേരളത്തിന്റെ പൊസിഷൻ 12th ആണ്. ഓക്കെ, 12th പൊസിഷൻ ആണ്. ഇനി തമിഴ്നാടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തടാകമുള്ള സംസ്ഥാനം ഏതാണ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാടാണ്. ഓക്കെ, ഇനി മഹാരാഷ്ട്രയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജലസംരക്ഷണ പദ്ധതികളിൽ മുന്നിലുള്ള സംസ്ഥാനം ഏതാണ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. 2023 ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം നിലവിലെ ദേശീയ പാർട്ടികളുടെ എണ്ണം, നാഷണൽ പാർട്ടികളുടെ എണ്ണം. ഓപ്ഷൻസ് 5, 8, 6, 3. ഇപ്പൊ ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കട്ടോ. പൊളിറ്റിക്കൽ പാർട്ടീസ് എപ്പോഴും ചോദിക്കാറുണ്ട്. ഇപ്പൊ മെയിൻസിലൊക്കെ നമുക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മളോട് എന്താണ് കറണ്ട് അഫയേഴ്സിൽ തന്നെ രാഷ്ട്രീയ എന്നുള്ള രീതിയിലും മേഖലയും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ആൻസർ 6 ആണ്. ഓക്കെ, നിലവിൽ 6 ദേശീയ പാർട്ടികളാണ് ഉള്ളത്. 58 സ്റ്റേറ്റ് പാർട്ടീസും ഉണ്ട്. ഓക്കെ, ഇനി ഈ പറയുന്ന 6 നാഷണൽ പാർട്ടീസും കൂടി, നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസും കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. കാരണം അത് വെച്ചിട്ട് ചിലപ്പോൾ ചോദിക്കും താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് ദേശീയ പാർട്ടി എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJP,
ഒബ്വിയസ്ലി BJP, ദെൻ കോൺഗ്രസ്, ദെൻ CPIM, ഓക്കെ, ദെൻ NPP, ഓക്കെ, നാഷണൽ പീപ്പിൾസ് പാർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ BSP, ബഹുജൻ സമാജ്വാദി പാർട്ടി, സമാജ്വാദി അല്ല, ബഹുജൻ സമാജ് പാർട്ടി, ദെൻ AAP, ആം ആദ്മി പാർട്ടി. ഓക്കെ, ഇത്രയും എണ്ണമാണ് 6 ദേശീയ പാർട്ടികൾ. ഓക്കെ, അടുത്ത ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സിൽ മിഷൻ ഒളിമ്പിക് സെല്ലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരം. ഓപ്ഷൻസ് അഞ്ജു ബോബി ജോർജ്, അഞ്ജലി ഭാഗവത്, ബെയ്ച്ചുങ് ഭൂട്ടിയ, ഇവരെല്ലാം ഇവരാണ്. ആക്ച്വലി എന്താണ് മിഷൻ ഒളിമ്പിക് സെല്ല്? അതായത് ഈ പറയുന്ന 2024 പാരീസ് ഒളിമ്പിക്സിൽ മികച്ച പ്രകടനം നടത്താൻ ഇന്ത്യൻ അത്ലറ്റുകളെ ഒരുക്കുന്നതിന് മേൽനോട്ടം വഹിക്കുന്ന ഒരു സെല്ലാണ് മിഷൻ ഒളിമ്പിക് സെൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ സെല്ലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരങ്ങളുമുണ്ട്, അതുപോലെ അതിൽ മലയാളി താരവുമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഓപ്ഷൻസിൽ തന്നിട്ടുള്ള എല്ലാവരും തന്നെ ഈ പറയുന്ന സെല്ലിലേക്ക് ഉൾപ്പെട്ടവരാണ്. അതായത് അഞ്ജു ബോബി ജോർജ്, അഞ്ജലി ഭാഗവത്, ബെയ്ച്ചുങ് ഭൂട്ടിയ എന്നുള്ളവരൊക്കെ. വേറെയും ആൾക്കാരുണ്ട് കേട്ടോ, മൊണാലിസ മേത്ത, തൃപ്തി, ഇവരെ കൂടാതെ 2-3 പേരും കൂടി ഉണ്ട്. എനിവേസ്, മലയാളികളിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്, അതായത് ഈ പറയുന്ന മിഷൻ ഒളിമ്പിക് സെല്ലിലേക്ക് ഉൾപ്പെട്ട മലയാളി ആയിട്ടുള്ള ഒരു മുൻ അത്ലറ്റിക് താരം എന്ന് പറയുന്നത് അഞ്ജു ബോബി ജോർജ് ആണ്. ഇവിടെ തന്നിട്ടുള്ളവരിൽ ഇന്ത്യൻ താരങ്ങൾ ഏതാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ താരം ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവരെല്ലാവരും തന്നെ ഈ പറയുന്ന മിഷൻ ഒളിമ്പിക് സെല്ലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. 2024 പാരീസ് ഒളിമ്പിക്സ് ആരും വിട്ടുകളയരുത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാം. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ChatGPT സംവിധാനം ഉപയോഗിച്ച ഹൈക്കോടതി ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് പഞ്ചാബ് ഹൈക്കോടതി, ഹരിയാന ഹൈക്കോടതി, ANB, ഇവയൊന്നുമല്ല. കറക്റ്റ് ആൻസർ ANB, അതായത് ഹൈക്കോർട്ട് ഓഫ് പഞ്ചാബ് ആൻഡ് ഹരിയാന എന്നുള്ളതാണ് കേട്ടോ ശരിക്കും. അപ്പോൾ ഓപ്ഷൻസ് ഇട്ട് വന്നപ്പോൾ അങ്ങനെ അറിയാതെ ഇട്ടു പോയതാണ് ഞാൻ. ഓക്കെ, ഹൈക്കോർട്ട് ഓഫ് പഞ്ചാബ് ആൻഡ് ഹരിയാന എന്നാണ്. ചിലപ്പോൾ നമുക്ക് തെറ്റിക്കാന്നുള്ള രീതിയിൽ ഇങ്ങനെയും ഇടാലോ. ഓക്കെ, ജസ്റ്റ് അങ്ങനെ ഒന്ന് ഇട്ടു മാത്രം. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, ChatGPT, AI മുതലായ ഏരിയാസ് ഒക്കെ ഒന്ന് നല്ലവണ്ണം ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇപ്പൊ കഴിഞ്ഞ മെയിൻസ് എക്സാമിൽ കൂടി നല്ലവണ്ണം AI മേഖലയിൽ നിന്നും ChatGPT ന്നും അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നും ഒക്കെ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം, കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ലോക്സഭ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം. ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. കൊടിക്കുന്നിൽ സുരേഷ്, K രാധാകൃഷ്ണൻ, KC വേണുഗോപാൽ, NK പ്രേമചന്ദ്രൻ. ഈ പറഞ്ഞവരിൽ എല്ലാവരും തന്നെ ഈ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ ഇലക്ട് ചെയ്യപ്പെട്ടവരാണ് MP ആയിട്ട്. ഓക്കെ, എന്നാൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ തവണ MP ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരാണ് എന്നുള്ളതാണ്. ആൻസർ കൊടിക്കുന്നിൽ സുരേഷ് ആണ് കേട്ടോ. 8 തവണയാണ് അദ്ദേഹം MP ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. നിലവിൽ മാവേലിക്കര MP ആണ് അദ്ദേഹം. അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻസിലുള്ളവരെയും കൂടെ നമുക്കൊന്ന് നോക്കാം. K രാധാകൃഷ്ണൻ, അത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, നിങ്ങൾ ഇക്കഴിഞ്ഞ ഒരു LDC ആണോ LGS ആണോ ഇതൊരു എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലോക്സഭാ ഇലക്ഷനിൽ വിജയിച്ചതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം ഒഴിഞ്ഞ 15ാം കേരള നിയമസഭയിലെ മന്ത്രി ആരാണെന്നുള്ളത്. അത് K രാധാകൃഷ്ണനാണ്. അദ്ദേഹം ചേലക്കരയിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതുപോലെ തന്നെ KC വേണുഗോപാലും, അദ്ദേഹം ഇതിൽ നിന്നാണ്, മണ്ഡലത്തിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. KC വേണുഗോപാൽ ആലപ്പുഴ ഇതിൽ നിന്നാണ്. അതുപോലെ തന്നെ NK പ്രേമചന്ദ്രൻ, അദ്ദേഹം കൊല്ലം മണ്ഡലത്തിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ചധികം ക്വസ്റ്റ്യൻസ് നോക്കി, അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും നോക്കി. അപ്പോൾ ഇനിയും തുടർന്ന് നമ്മൾ ഇങ്ങനെയുള്ളത് ഇടുന്നതായിരിക്കും. കാരണം നമുക്ക് അത് എക്സാം വരെ, അത് പ്രിലിംസിനാണെങ്കിലും ശരി മെയിൻസിനാണെങ്കിലും ശരി വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമന്റ്സ് തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക. നമ്മൾ അതും കൂടെ കൺസിഡർ ചെയ്ത് ഓരോന്നും ചെയ്യുകയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ